ബോളിവുഡിൽ പകരക്കാരനില്ലാത്ത കലാകാരനാണ് ഷാരൂഖ് ഖാൻ. 1965 നവംബർ 5 ന്യൂഡൽഹിയിൽ ജനനം. സ്വാതന്ത്ര്യസമര സേനാനി കൂടിയായ പിതാവ് താജ് മുഹമ്മദ് ഖാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന പണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആകെ വരുമാനം. വീട്ടുവാടക കൊടുക്കാൻ പോലും നന്നെ ബുദ്ധിമുട്ടിയിരുന്ന കാലം ഷാരൂഖ് ഖാൻ ഉണ്ടായിരുന്നു. തൻ്റെ 15-ാം വയസ്സിൽ പിതാവിനെ ക്യാൻസർ എന്ന മാരക രോഗത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്ന അദ്ദേഹത്തിന് തൻ്റെ വീടിൻ്റെ ഭാരമേൽക്കേണ്ടി വരുന്നു. സെക്യൂരിറ്റിക്കാരനായും ടിക്കറ്റ് വിൽപ്പനക്കാരനായും ജോലി നോക്കിയിട്ടുണ്ട്. എക്കണോമിക്സിൽ ബിരുദവും ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കിയിട്ടുണ്ട്. ആ കാലത്താണ് ഷാരൂഖിന് അഭിനയ ജീവിതത്തോടുള്ള അടങ്ങാത്ത അഭിവാഞ്ചയുണ്ടാകുന്നത്. ഒന്നുകിൽ തൻ്റെ ജീവിതം ഒരു സാധാരണ വ്യക്തിയുമായി ജീവിച്ചു തീർക്കുക, അതുമല്ലെങ്കിൽ ലോകമറിയുന്ന അഭിനയ ജീവിതത്തിലേക്ക് കടക്കുക. അഭിനയ ജീവിതത്തിനോട് അഭിവാഞ്ചയുണ്ടായിരുന്ന അദ്ദേഹം നേരെ മുംബൈയിലെത്തി. അവിടെ തെരുവുകളിലൂടെ അഭിനയത്തിൻ്റെ ഒരു ഊഴം അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. ഏറെ ശ്രമങ്ങൾക്ക് ശേഷം 1958 ദൂരദർശനിലെ ഫൗജി എന്ന സീരിയലിൽ അദ്ദേഹത്തിന് അവസരം കിട്ടി. 50 രൂപയായിരുന്നു പ്രതിഫലം. തുടർന്ന് സീരിയൽ രംഗത്ത് സജീവമായി. ഇതിനിടെ പ്രമേഹബാധിതയായി ഷാരൂഖിൻ്റെ അമ്മ മരണമടയുന്നു. അങ്ങനെ 25-ാം വയസ്സിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഷാരൂഖ് അപ്പോഴും ആത്മവിശ്വാസം കൈവിടാതെ അദ്ദേഹം പിന്തുടർന്ന വഴികളിലൂടെ മുന്നേറുന്നു. 1992 ദിവാന എന്ന സിനിമയ്ക്ക് പുതുമുഖ നടനുള്ള അവാർഡ് കരസ്ഥമാക്കുന്നു. തുടർന്ന് ഷാരൂഖ് ഖാൻ്റെ നാളുകളായിരുന്നു ബോളിവുഡ് മുഴുവൻ. ഓം ശാന്തി ഓം, ദിൽ കോ പാഗൽ ഹേ, കുച്ച് കുച്ച് ഹോത്താ ഹേ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഷാരൂഖിനെ തേടി വന്നു. മലയാളത്തിൽ ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻസ് എന്ന സിനിമയിൽ ഒരു നിസ്സീമമായ കഥാപാത്രമായി ഷാരൂഖ് അഭിനയിച്ചിട്ടുണ്ട്. ആറ്റ്ലി സംവിധാനം നിർവഹിച്ച ജവാൻ എന്ന ഹിന്ദി സിനിമയിൽ ഡുവൽ റോളിൽ അഭിനയിക്കുന്ന ഷാരൂഖിനെയാണ് നാം കാണുന്നത്. 50 രൂപയിൽ തുടങ്ങിയ ഷാരൂഖിൻ്റെ പ്രതിഫലം ഇന്ന് കോടികളിലെത്തി നിൽക്കുന്നു. 2005 പത്മശ്രീ അവാർഡും ഫ്രാൻസിലെ ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരവും അന്താരാഷ്ട്ര ഇന്ത്യൻ ചലച്ചിത്ര അക്കാദമിയുടെ പുരസ്കാരവും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ട്. അന്ന് മുംബൈ തെരുവിൽ കഴിച്ചുകൂട്ടിയ ഷാരൂഖ് ഇന്ന് 200 കോടിയോളം വിലയുള്ള തൻ്റെ മന്നത്ത് ബംഗ്ലാവിലാണ് അന്തിയുറങ്ങുന്നത്. ഡ്രീംസ് അൺലിമിറ്റഡ്, റെഡ് ചില്ലീസ് എൻ്റർടൈൻമെൻറ്റ് തുടങ്ങി അദ്ദേഹത്തിൻ്റെ 2 സിനിമാ നിർമ്മാണ സ്ഥാപനങ്ങളുടെ വരുമാനം തന്നെ ഇന്ന് കോടികളാണ്. ഷാരൂഖ് ഖാൻ അവതാരകനായി എത്തിയ കോൻ ബനേഗ കോർപതിയിലുണ്ടായ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഇതോടൊപ്പം പങ്കുവയ്ക്കുന്നു. കോളേജ് അധ്യാപികയായ അർച്ചനയായിരുന്നു ഷോയിലെ അതിഥി. ഹോട്ട് സീറ്റിലെത്തിയ അർച്ചന ഷാരൂഖ് ഖാൻ്റെ അഭിനയത്തെ വിമർശനാത്മകമായി വിലയിരുത്തുകയും ആലിംഗനം നിരസിക്കുകയും ചെയ്തു. ഞാൻ നിങ്ങളുടെ ആരാധികയല്ല എന്ന മുഖവിരയോടെയായിരുന്നു തുടക്കം. ഒടുവിൽ ഇതെല്ലാം അറിഞ്ഞ ഷാരൂഖ് ഖാൻ ശാന്തതയോടുകൂടെ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ആലിംഗനം ചെയ്യണം എന്നുണ്ടായിരുന്നു. കാരണം നിങ്ങൾ നന്നായി കളിച്ചു. നിങ്ങൾ വലിയ ഗൗരവക്കാരിയാണെന്നറിയാം. എന്നാൽ നിങ്ങൾ നേടിയ പണത്തിൻ്റെ ചെക്ക് പ്രേക്ഷകർക്കൊപ്പം ഇരിക്കുന്ന നിങ്ങളുടെ അമ്മയെ ഏൽപ്പിക്കട്ടെ. എൻ്റെ ആലിംഗനം അവർ നിരസിക്കുകയില്ല എന്നെനിക്കുറപ്പാണ്. പ്രേക്ഷകർക്കൊപ്പം ഇരിക്കുന്ന അർച്ചനയുടെ അമ്മയ്ക്കരികിൽ ഷാരൂഖ് എത്തുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്തു.